ഇത് ഇന്ന് പിടിച്ച ആടുന്ന് പിടിച്ച വലിയ ചെമ്മീനാണ്. അത് ആടുന്ന് കാണുമ്പോൾ അത്രയൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ കൊണ്ടുവന്നിട്ട് കാണുമ്പോൾ നല്ല ഉഷാറായ ചെമ്മീൻ. നല്ല അരിയോട് നല്ല അത്യാവശ്യം മോശമില്ലാത്ത നല്ല വലിപ്പത്തിലുള്ള ചെമ്മീൻ. എപ്പോഴും പ്രിപ്പയർ ചെയ്ത പോലെ തന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് പോലെടാ. ഞാൻ ടേസ്റ്റ് ചെയ്തെങ്കിൽ പറയാം. അത് കൊഞ്ചിൻ്റെ തല എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ആ മണം അടിക്കുമ്പോൾ തന്നെ നല്ല മണം കേട്ടോ. നല്ല ഫ്ലേവറിൻ്റെ ആ ഒരു മണം അടിക്കുന്നുണ്ട്. നല്ല അടിപൊളി ഫ്ലേവറായിട്ട് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ മുരിഞ്ഞ ആ ഒരു സ്മെല്ല് നല്ല കറുമുറയാന്നാണ് കേട്ടോ. പൊജി ഒന്ന് എടുത്തു നോക്കിയാൽ നല്ല അടിപൊളി കറുമുറയായിട്ട് സൂപ്പർ സാധനം കേട്ടോ. ഇത് നമ്മളെ ഷൈജോന്റെ സ്പെഷ്യൽ സാധനം. നോക്കിയാ കൂടുതൽ ക്യാമറ സ്പെഷ്യൽ സാധനം കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് എക്സ്പ്രഷൻ ഇങ്ങനെ വരണം ചേട്ടാ. ഒന്നും കളയാനില്ല. അത് മുരിഞ്ഞു വന്നതിന്റെ ടേസ്റ്റ് വേറെ തന്നെ അല്ലേ. എന്റെ ജോലിയെല്ലാം ഫുള്ളൊന്ന് ദഹിക്കുന്നതാണ്. കാൽസ്യം കൂടുതലുള്ള സാധനം. സൂപ്പറാണ്. ഞാനത് തിന്നു നോക്കിയാ നല്ല മുരിഞ്ഞു വരുന്നുണ്ട്. അടിപൊളി സാധനം. ചെയ്യുന്ന പരിപാടി എന്താ അറിയാം, ഇത് എല്ലാ വീട്ടിലും എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഇതിപ്പോ നമ്മളെ ഈ ചെമ്മീനൊക്കെ വരട്ടി ചട്ടി അതിന്റെ ആ ഒരു ചട്ടും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ടാവും. അപ്പൊ അതിൽ കുറച്ച് ചോറ് ഇടിച്ചിട്ട് നല്ല മിക്സാക്കി എടുക്കാണ് ചോറ്. പ്രത്യേക ടേസ്റ്റ് ആയിക്കോട്ടാ. ചോറ് നന്നായിട്ട് മിക്സ് ചെയ്ത ചോറാണ് കുറച്ച്. അപ്പൊ നമ്മൾ എല്ലാരും കുറച്ച് കുറച്ച് മസാലയൊക്കെ ബാക്കി വന്ന മസാല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി വെച്ചാൽ ചെമ്മീൻ്റെ ഹോട്ടൽ ഒന്ന് വറ്റിച്ചെടുക്കലാണ്. അതും നമ്മളെ കുട്ടപ്പ സ്പെഷ്യലാണ് കേട്ടോ. ഇത് രണ്ടും ഒരുമിച്ച് തന്നെ ചെയ്യുന്നത്. ഇനി അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചെമ്മീൻ്റെ ഉടലല്ലേ, ചെമ്മീൻ്റെ ഉടൽ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, അതേ പാനിൽ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ചൂടായിട്ടാണ് ഇതിട്ടുള്ളത്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടല്ലോ നേരത്തെ എടുത്ത് വെച്ചോണ്ട്. അധികം ഇളക്കി കൊടുക്കണ്ട, അല്ലെ പൊട്ടിപ്പോകും സംഭവം. അധികം ഇളക്കി കൊടുക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നത് മാത്രമാണ്. അപ്പോൾ വെച്ചിട്ട് ഒരു ഏകദേശം ഒരു ഭാഗമായിട്ടാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നല്ലത്. ഇല്ലെങ്കിൽ ചെമ്മീൻ്റെ ഇതൊക്കെ പൊട്ടിപ്പോകും. ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇളക്കിയിട്ട് മറ്റേ ഭാഗം എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ആ ഭാഗം കൂടി നന്നായി ഫ്രൈ ആയിട്ട് എടുക്കുകയാണ്. നമ്മൾ ഈ കൈപുണ്യത്തിൻ്റെ ഒരു കഴിവാണ്. അതായത് ചില ആൾ ചിലപ്പോൾ ഒരു മീഡിയത്തിൽ കുക്ക് ചെയ്യും, ചില ആൾ നന്നായിട്ട് കുക്ക് ചെയ്യും. ആ കുക്കിങ്ങിൻ്റെ ആ ഒരു ടൈമിൻ്റെയും ദൈർഘ്യത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെ. ചില ആൾ കരിച്ചു വെക്കും, അങ്ങനെ എന്തൊക്കെയുണ്ട്. പക്ഷെ ഇത് നന്നായിട്ട് കൃത്യമായ എന്താ പറയണ്ടേ, ഒരു ചെമ്മീൻ എങ്ങനെയാണോ ഫ്രൈ ആക്കി എടുക്കേണ്ടത് അതിന് വേണ്ട പാകത്തോടു കൂടി നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, നമ്മൾ കുക്കിങ്ങിൻ്റെ ഏകദേശം ആയിട്ടുണ്ട്. അതിപ്പോൾ നമുക്കൊരു ചെറുതായിട്ടൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഷൈട്ടോ എൻ്റെ വായിലിങ്ങനെ വെള്ളം വീഴുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ മസാലയൊക്കെ കാണും. ഓ എൻ്റെ അമ്മ ഇപ്പം തന്നെ എടുത്ത് തിന്നു. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ. ഒരു ചെറിയ ഫ്രൈ ആക്കിയ ചെമ്മീനാണ്. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കും. സൂപ്പർ സാധനടാ. ഞാൻ എക്സ്പ്രഷൻ ഇട്ട് വെറുതെ കളിക്കുന്നതല്ല, അടിപൊളി സാധനം. പിന്നെ അതിന്റെ പറങ്കിപ്പൊടി ഇത് ഒന്ന് തിന്നാണ്ടല്ലോ, നമുക്ക് ഒന്നുകൂടി തിന്നോണ്ടിരിക്കാൻ തോന്നും. സൂപ്പർ സാധനടാ. ഒരു രക്ഷയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാനായി. അപ്പോൾ ഒരുപാട് മത്സ്യം ഇവിടെ എന്നും ബാക്കിയുണ്ട്. അപ്പോൾ പുതിയ കുട്ടപ്പൻ സ്പെഷ്യൽസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എന്നാൽ പിന്നെ എല്ലാവർക്കും ഗുഡ് ബൈ.